തിരുക്കരത്താൽ വഹിച്ചു എന്നെ തിരുഹിതം പോൽ നടത്തണമേ. കുശവൻ കയ്യിൽ കളിമണ്ണു ഞാൻ, അനുദിനം നീ പണിയണമേ. നിൻ വചനം ധ്യാനിക്കുമ്പോൾ എൻ ഹൃദയം ആശ്വസിക്കും. കൂരിരുളിൻ താഴ്വരയിൽ ദീപമതാ നിൻമൊഴികൾ അവൻ നമുക്കാ ജീവൻ നൽകി ഒരുക്കിയല്ലോ വലിയ രക്ഷ. ദൃഷ്ടികളാ കാണുന്നു ഞാൻ സ്വർഗകനാ ദേശമതേ. തിരുക്കരത്താ വഹിച്ചു എന്നെ തിരുഹിതം പോൽ നടത്തണമേ. വീണ്ടും വരുന്ന യേശു ക്രിസ്തുവിൻ നാമത്തിലുള്ള സ്നേഹവന്ദനങ്ങൾ എല്ലാ പ്രിയപ്പെട്ടവരെ ഈ സമയത്ത് അറിയിക്കുന്നു. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 15-ാമത്തെ അധ്യായം 8-ാമത്തെ വാക്യം. നിങ്ങൾ വളരെ ഫലം കായ്ക്കുന്നതിനാൽ എൻ്റെ പിതാവ് മഹത്വപ്പെടുന്നു. അങ്ങനെ നിങ്ങൾ എൻ്റെ ശിഷ്യന്മാർ ആകും. എൻ്റെ 4-ാം വാക്യം കൂടെ വായിക്കാം. ഞാൻ നിങ്ങളിലും വസിക്കും. കൊമ്പിന് മുന്തിരിവള്ളിയിൽ വസിച്ചിട്ടല്ലാതെ സ്വയമായി കായ്പാൻ കഴിയാത്തതുപോലെ എന്നിൽ വസിച്ചിട്ടല്ലാതെ നിങ്ങൾക്കും കഴിയത്തില്ല. യോഹന്നാൻ എഴുതിയ സുവിശേഷത്തിൽ 15-ാം അധ്യായത്തിലെ പ്രതിപാദ്യം മുന്തിരിവള്ളിയും കൊമ്പുകളും എന്നുള്ള വിഷയമാണ്. യേശു ക്രിസ്തു പറയാണ്, ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളിയും എൻ്റെ പിതാവാണ് തോട്ടക്കാരൻ. എന്നിട്ട് യേശു പറയാണ്, എന്നിൽ കായ്ക്കാത്ത കൊമ്പ് ഒക്കെയും നീക്കിക്കളയുന്നു. കായ്ക്കുന്നത് അധികം ഫലം കായ്ക്കേണ്ടതിന് ചെത്തി വെടിപ്പാക്കണം. എങ്ങനെയാണ് ഈ ചെത്തി വെടിപ്പാക്കുന്നത്? ഏതെങ്കിലും രോഗം തന്നാണോ? ഏതെങ്കിലും ഒരു പ്രതിസന്ധിയിലൂടെ നിങ്ങളെയും എന്നെയും കർത്താവ് കടത്തിവിട്ടിട്ടാണോ? ഒരിക്കലുമല്ല. എങ്ങനെയാണ് ചെത്തി വെടിപ്പാക്കുന്നത്? ഞാൻ നിങ്ങളോട് 3-ാം വാക്യത്തിൽ പറയാണ്, ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനം നിമിത്തം നിങ്ങളിപ്പോൾ ശുദ്ധിയുള്ളവരാകും. ഈ വചനം കേട്ട് ആ വചനത്തിലൂടെയാണ് നമുക്കൊരു മാനസാന്തരമുണ്ടായി നാം ശുദ്ധിയുള്ളവരായിത്തീരുന്നത്. അങ്ങനെയാണ് നമ്മളെ വചനമയച്ചാണ് നമ്മെ ചെത്തി വെടിപ്പാക്കുന്നത്, ശുദ്ധീകരിക്കുന്നത്. എന്നിട്ട് പറയണം, എന്നിൽ വസിപ്പീൻ, ഞാൻ നിങ്ങളിലും വസിക്കും. കൊമ്പിന് മുന്തിരിവള്ളിയിൽ വസിച്ചിട്ടല്ലാതെ സ്വയമായി കായ്പാൻ, കൊമ്പും മുന്തിരിവള്ളിയും കൂടെ ചേർന്ന് അതിൽ വസിച്ചിട്ടല്ലാതെ സ്വയമായി കായ്പാൻ കഴിയാത്തതുപോലെ കർത്താവ് പറയും, എന്നിൽ വസിക്കാതെ നിങ്ങൾക്കും കഴിയില്ല. ഒരു ക്രിസ്തീയ ജീവിതം ഏറ്റവും ഫലകരമായി ജയകരമായി നയിക്കണം എന്നുണ്ടെങ്കിൽ, നമ്മളിന്ന് ഫലമുള്ളവരായി തീരണമെങ്കിൽ നാം യേശുവിനോട് ചേർന്ന് വസിക്കണം. അപ്പോസ്തലന്മാർ സാധാരണ മനുഷ്യരായിരുന്നു, പഠിപ്പില്ലാത്തവരായിരുന്നു. അവരുടെ കയ്യിലൂടെയൊക്കെ അസാധാരണ ദൈവപ്രവൃത്തികൾ വെളിപ്പെട്ടു. കാരണം വചനം പറയാണ്, അവർ യേശുവിൻ്റെ കൂടെ ഉള്ളവരായിരുന്നു. ഞാനും നിങ്ങളും ഒരു ക്രിസ്തീയ മതവിഭാഗത്തിൽ പെട്ടതുകൊണ്ട് കാര്യമായില്ല. നമ്മുടെ ഭവനത്തിൽ വചനം ഇരുന്നത് കൊണ്ട് കാര്യമില്ല. നാം വചനം അനുസരിക്കണം, വചനം കേൾക്കണം, അങ്ങനെ വചനത്തിൽ വസിക്കണം, യേശുവിനോട് ചേർന്ന് വസിക്കണം.
അപ്പോഴാണ് നാം വളരെ ഫലം കായ്ക്കുന്നത്. ഏതെങ്കിലും ഭാഗങ്ങളിൽ വചനം കേൾക്കുമ്പോൾ ചെത്തി വെടിപ്പാക്കപ്പെടൽ നടക്കുന്നുണ്ടെങ്കിൽ ശുദ്ധീകരണം നടക്കണം. ഇത് വളരെ ആവശ്യമാണ്. വചനം അതിനുവേണ്ടിയാണ് അയക്കപ്പെടുന്നത്. അവിടെ പറയാണ്, ഞാൻ മുന്തിരിവള്ളി, നിങ്ങൾ കൊമ്പുകളുമാകുന്നു. ഞാനാണ് മുന്തിരിവള്ളി, നിങ്ങൾ അതിൻ്റെ കൊമ്പുകളാണ്. ആ മുന്തിരിവള്ളിയിൽ ഇരിക്കുന്ന കൊമ്പുകളാണ്. ആ മുന്തിരിവള്ളിയിലാണ്, ആ കൊമ്പുകളിലാണ് മുന്തിരിങ്ങ കായ്ക്കുന്നത്. പക്ഷേ കൊമ്പല്ല അതിന് കാരണക്കാരൻ, ആ വള്ളിയാണ്. ആ വള്ളിയിൽ കൂടെ വന്നിട്ടാണ് കൊമ്പ് വരുന്നത്. കൊമ്പിലാണ് മുന്തിരിങ്ങ കായ്ക്കുന്നത്. എന്നിട്ട് പറയാണ്, ഞാൻ മുന്തിരിവള്ളിയും നിങ്ങൾ കൊമ്പുകളുമാകുന്നു. ഒരുത്തനിലും ഞാൻ അവനിലും വസിക്കുന്നുവെങ്കിൽ അവൻ വളരെ ഫലം കായ്ക്കും. എന്നിട്ട് യേശു കർത്താവ് പറഞ്ഞു, എന്നെ പിരിഞ്ഞ് നിങ്ങൾക്ക് ഒന്നും ചെയ്യുവാൻ കഴിയില്ല. നാം എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ, നല്ല കാര്യം ചെയ്യണമെന്നുണ്ടെങ്കിൽ, നല്ല ബലം കായ്ക്കണമെന്നുണ്ടെങ്കിൽ യേശു കർത്താവിനെ പിരിഞ്ഞ് നമുക്ക് ചെയ്യാൻ കഴിയത്തില്ല. പരിശുദ്ധാത്മാവിൻ്റെ സഹായത്തോടെ നമുക്കൊരു നല്ല വ്യക്തിയായി തീരാൻ കഴിയത്തുള്ളൂ. അതുകൊണ്ട് ദിനംതോറും നല്ല ഫലം കായ്ക്കാം, സ്നേഹത്തിൻ്റെ ഫലം കായ്ക്കാം, സന്തോഷത്തിൻ്റെ ഫലം കായ്ക്കാം. നമുക്ക് യേശുവിനോട് ചേർന്ന് വസിക്കാം, വചനം കേൾക്കാം, കേട്ട് നമ്മളെ തന്നെ ചെത്തി വെടിപ്പാക്കാം, നമുക്ക് ശുദ്ധിയുള്ളവരായി തീരാം. അങ്ങനെ ദൈവമക്കളായി, ഫലമുള്ള ദൈവത്തിൻ്റെ മക്കളായി നിലനിൽക്കാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ എല്ലാവരെയും സഹായിക്കുമാറാകട്ടെ. പിതാവെ, പ്രാർത്ഥിക്കുന്നു, യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങളെ മക്കളാക്കി അവകാശികളാക്കി തീർത്തതിനായി സ്തോത്രം. ഇതിന് അധികം ഫലം കായ്ക്കാൻ ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കണം. അതിനായി യേശുവിനോട് ചേർന്ന് നിലനിൽക്കാൻ ഞങ്ങളെ ഇടയാക്കണം. എന്നെ കേൾക്കുന്ന രോഗികൾ യേശുവിൻ നാമത്തിൽ സൗഖ്യം പ്രാപിക്കട്ടെ. ഹൃദയഭാരങ്ങൾ മാറിപ്പോകട്ടെ, ആകുല ചിന്തകൾ മാറട്ടെ, ഭയങ്ങൾ മാറിപ്പോകട്ടെ. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മഹത്വം ഓരോ വ്യക്തി ജീവിതങ്ങളും വ്യാപരിക്കട്ടെ. പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നു. സകല മഹത്വവും അർക്കപ്പെട്ട കുഞ്ഞാട് യേശുവിൻ പുണ്യനാമത്തിൽ പിതാവേ, ആമേൻ. നല്ല മുന്തിരി വള്ളിയാ നിന്നിൽ ചേർന്നു ജീവിക്കുവാൻ അധികം ഫലം തരുവാൻ ചെത്തിയെന്നെ പണിയണമേ. ഇനിയും നിന്നോട് പറ്റിച്ചേരാം. ആത്മമാരിയാൽ നിറയ്ക്കാം. ആദ്യ സ്നേഹം എന്നിൽ പകർന്നു അത്ഭുത സൃഷ്ടിയായി അലങ്കരിക്കാം.